സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരസ്മരണകൾ ഉണർത്തി കണ്ടോന്താർ ജയിൽ. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ജയിൽ കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. രാജ്യം വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം കൂടി കൊണ്ടാടുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് കണ്ടോന്താർ ജയിൽ. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവശേഷിപ്പെന്നോണം ഒരു ജയിലുണ്ട് ഇവിടെ കണ്ടോന്താർ. അവിടെയാണ് ഇന്ന് നമ്മളുള്ളത് അല്ലെ? അതെ, തീർച്ചയായും. ഒരുപാട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ ആയി ഈ ജയിലിനൊരു പഴക്കമുണ്ട് അല്ലെ? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ഇവിടെ പാർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് പയ്യന്നൂര് ജയിലിൽ കോടതിയിൽ എത്തിച്ച ശേഷം നമ്മുടെ തോണി മാർഗമൊക്കെ ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് ഇവിടെ ജയിൽ പാർപ്പിച്ചതെന്നാണ് അവിടുന്ന് അറിയപ്പെടുന്ന വിശേഷങ്ങൾ. അതിന്റെ വിശേഷങ്ങളും അതിന്റെ ചരിത്രത്തിന്റെ അവശേഷങ്ങളും ഒക്കെയും തന്നെ ഇവിടെ ഒരു മ്യൂസിയത്തിൽ ഇവിടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ. അങ്ങനെ 100 വർഷം പഴക്കമുള്ള ആ ജയിലിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അല്ലെ? അതെ. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ജയിലിലും അതുപോലെ തന്നെ ഇവിടെ പുരാവസ്തു മ്യൂസിയം ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് ഈ ജയിലിന്റെ തന്നെ കെയർടേക്കർ പറയുന്നതാണ് അല്ലേ? പേരെന്താ? അനില അല്ലെ? എന്താണ് ഈ ജയിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഏകദേശം 125 വർഷത്തെ പഴക്കമാണ് പറയപ്പെടുന്നത്. പിന്നെ മലയോര പ്രദേശങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരെ അന്ന് തന്നെ പയ്യന്നൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പറ്റൂല. ഒരു ദിവസം താമസിപ്പിച്ച് പിറ്റേ ദിവസം തോണിമാർഗം പോയി. അതിന് ഒരു ദിവസം താമസിപ്പിക്കുന്ന സ്ഥലമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ജയിലിന്റെതും ആ കാലഘട്ടത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രവും ഒക്കെ തന്നെ ആ ചെറിയൊരു മ്യൂസിയത്തിൽ ഉണ്ട്. അതായത് അപ്പൊ നമുക്ക് ആ മ്യൂസിയത്തിലെ കാഴ്ചകൾ ചരിത്രം പറഞ്ഞുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ മനോഹരമായ ഒരു മ്യൂസിയം അല്ലേ? അതെ, ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ടോന്താർ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുരാവസ്തുക്കളൊക്കെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേതാണ് ആ ചരിത്രം ഒക്കെയും തന്നെ ചെറുതായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതൊരു പോസ്റ്റർ ആക്കിയിട്ടാണെങ്കിലും അത് മാത്രമല്ല ഇവിടെ വിഷ്വലി അത് കാണിക്കുന്നുണ്ട്. അതെ, കണ്ടോന്താർ ജയിലുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ CD ഇവിടെ എല്ലാ സമയത്തും പ്രദർശിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ദിവസവും ഈ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടിമക്കച്ചവടം, നെല്ലെടുപ്പ് സമരം, കള്ളുഷാപ്പ് വിക്കറ്റിങ്, നൂൽനൂൽപ്പ് സമരം, പോലീസ് പിടിയിലായ സമരക്കാര്, പാണപ്പുഴയിലൂടെയുള്ള തോണി യാത്ര, അതുപോലെ തന്നെ കർഷക സമരം, നമ്മുടെ ഗാന്ധിജി പയ്യന്നൂരിൽ വന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് വിഷ്വലൈസ് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. നമസ്കാരം, പേരെന്താ? ഷംസുദ്ദീൻ അല്ലേ? എവിടെയാ വീട്? എവിടെയാ? ഇവിടെ കണ്ടോന്താർ അല്ലേ? എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ വ്യാപാരി വ്യവസായത്തിന്റെ പ്രസിഡന്റാണ്. ഞാൻ സ്റ്റുഡിയോ ആണ് കണ്ടോന്താർ. കുറെ കാലം ആയല്ലോ ഇവിടെ പ്രദേശത്ത് തന്നെ. എന്താണ് ഈ മ്യൂസിയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ടോന്താർ ഈ ട്രാൻസിസ്റ്റ് ജയിലും അതുപോലെ തന്നെ ഈ പുരാവസ്തു മ്യൂസിയം ഒക്കെ, കാരണം ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ഉണ്ടായ ഒരു ആ പഴയ ചരിത്ര ഇത് സ്മാരകങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നാട്ടുകാരൻ കൂടിയായ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായ സമയത്താണ് ഇങ്ങനെ ഈ നമ്മുടെ ഈ നാട്ടിലെ ഈ ഇങ്ങനെയുള്ള ചരിത്ര സ്മാരകങ്ങൾ അദ്ദേഹം മ്യൂസിയം മന്ത്രിയായ സമയത്ത് ഈ മ്യൂസിയം നിലനിർത്താൻ വേണ്ടി എടുത്ത ജയിലിൻ്റെ ആ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് ഒരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും മാത്രമല്ല ഈ കണ്ണൂർ ജില്ലയിലേക്ക് പുറത്തുനിന്ന് പല ആളുകളും ഈ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്.
പറഞ്ഞ വിനോദേട്ടൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളുടെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ വിനോദേട്ട, നിങ്ങളായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, എന്താണ് ഇതേക്കുറിച്ച് പറയാൻ? ആദ്യകാലങ്ങളിൽ ഇത് കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിള്ളേർ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് കാറ്റെല്ലാം കൊണ്ടിട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു കാട് പിടിച്ച ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മളെ സംസുഖ പറഞ്ഞ പോലെ മന്ത്രി, പുരാവസ്തു മന്ത്രി ആയതിനു ശേഷമാണ് നമുക്കിങ്ങനെ എല്ലാ സൗകര്യവും ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇന്നും ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഇല്ലത് അറിയില്ല. ചിലപ്പോൾ ഈ അടുത്ത് കളിക്കുന്ന പാണപ്പുഴ പഞ്ചായത്തുകളിൽ പോലും അറിയുന്നുണ്ടോ എന്നാണ് ഉള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ കണ്ടോന്താറിലെ ജയിലും അതിന്റെ സമരവും കാര്യങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അത് എല്ലാ കാലത്തും ഇതുപോലെ തന്നെ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണാനും ആ ചരിത്രമൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലും അത് ഇത്രയും കാലം ഈ 100 വർഷങ്ങൾക്ക് മുമ്പേ ഒരു 125 വർഷം പഴക്കമുള്ള ഒരു ജയിലാണിത് അല്ലെ. അത്ര വർഷക്കാലത്തോളം ജയിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയും തന്നെ ഒരു മ്യൂസിയവുമായിട്ടും ഒക്കെയും തന്നെ ഇവിടെ രേഖപ്പെടുത്തിയും സംരക്ഷിച്ചും പോകുന്നു എന്നുള്ളത് ഈ നാട്ടുകാർക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി, നികേഷ് താവ്.